മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന പരാതിയിൽ DMO വിശദമായ റിപ്പോർട്ട് തേടി. അത്തോളി സ്വദേശി PM രാജനാണ് മരിച്ചത്. കാലിലെ മുറിവിൽ പഴുപ്പ് ബാധിച്ച് രാജൻ ചികിത്സ തേടിയെത്തിയപ്പോൾ ആശുപത്രിയിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ചികിത്സ നൽകിയില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ജനം TV യാണ് ഈ വാർത്ത പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ. നീലിമ, ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ വിഷയത്തിൽ DMO ഇടപെട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ട് ആശുപത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് കാലിലെ മുറിവുമായി അത്തോളി സ്വദേശിയായിട്ടുള്ള വയോധികനായ രാജൻ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ഈ സമയം രാത്രിയോടെ രാജന് നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ് ഉണ്ടായത്. ആ സമയത്ത് രാജന്റെ മക്കളൊക്കെ തന്നെ അരികിലുണ്ടായിരുന്നു. ഇവർ കുട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെയും ആശുപത്രി ജീവനക്കാരെയും ഒക്കെ തന്നെ വിളിച്ച് ഇത്തരത്തിൽ നെഞ്ചുവേദന ഉണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് ഈ ബന്ധുക്കൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ആശുപത്രിയിൽ അന്നുണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. അച്ഛനെ ചികിത്സിക്കാനായി അവരാരും തന്നെ ആ സമയം എത്തിയില്ല എന്ന ഒരു ഗുരുതര ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിച്ചത്. പിന്നീട് അതിനെ തുടർന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് രാജൻ മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് കൃത്യമായി അച്ഛന് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ തിരിച്ചു വരുമായിരുന്നു, ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ ആ സമയം തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത്. ആശുപത്രി സൂപ്രണ്ടിനോട് നേരിട്ട് കണ്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ ധരിപ്പിച്ചിരുന്നു. പക്ഷെ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വേണ്ടൊരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ബീച്ച് ആശുപത്രിയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്ന മറ്റൊന്ന്, ആശുപത്രിയിൽ ഇത്തരത്തിൽ ആശുപത്രിയിൽ ഇരുന്ന രോഗികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായാൽ പോലും കൃത്യമായ ചികിത്സ നൽകാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിൽ ബീച്ച് ആശുപത്രിയിലില്ല. ബീച്ച് ആശുപത്രിയിലെ കാത്ത് ലാബ് 8 മാസത്തോളമായി ഈ അടഞ്ഞു കിടക്കുകയാണ്. ഈ ബീച്ച് ആശുപത്രിയിലെ ഉള്ള ഈ കാത്ത് ലാബിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭ പരിപാടികളൊക്കെ തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഈ കാത്ത് ലാബിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. അതും കൂടി ഈ രാജന്റെ മരണത്തിന് ഒരു കാരണമാണ്. കൃത്യസമയത്ത് ഇപ്പോൾ രാജന് ഹൃദയാഘാതമാണെങ്കിൽ പോലും ആശുപത്രിയിൽ ചികിത്സ നൽകാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊന്ന്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായി അന്വേഷിച്ച് ഈ ചികിത്സാ പിഴവിന്റെ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന് തന്നെയാണ് DMO ആശുപത്രി അധികൃതരോട് പറഞ്ഞിരിക്കുന്നത്. നീലിമ. ശരി അനഘ, കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന പരാതിയിൽ DMO വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഈ വിവരം പുറത്തറിയിച്ചത് ജനം TV യാണ്.